ഹലോ, വെൽക്കം ടു ജനാല ടോക്സ്. അപ്പം പാർട്ട് 1 കണ്ടവർക്ക് മനസ്സിലായി കാണുമല്ലോ ഞങ്ങളൊരു യാത്രയിലാണെന്ന്. തലേന്ന് രാത്രി കുറച്ച് വൈകി കിടന്നതിൻ്റെ പേര് രാവിലെ എണീക്കാനും അത്യാവശ്യം വൈകി. ഞങ്ങൾ താമസിച്ച ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കഴിക്കാൻ വന്നതാണ്. ബൊഫേ സിസ്റ്റം ആയിരുന്നു. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ബ്രെഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ളടത്ത് കഴിക്കാം. അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വിചാരിച്ചു തൊട്ടടുത്തൊരു കസ്റ്റലുണ്ട്, അപ്പം നമുക്ക് ആ കസ്റ്റലിലൊന്ന് പോയി ചെറിയൊരു വീഡിയോ എടുക്കാം എന്ന് കരുതി ഞങ്ങൾ പ്ലാൻ ചെയ്ത് പോവുകയാണ്. അപ്പം ഒരു 300 മീറ്റർ നടന്നാൽ മതി ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് കസ്റ്റൽ വരെ. അപ്പം അങ്ങോട്ട് നമ്മൾ നടന്നു പോകാനുള്ള വഴി അറിയാത്തതുകൊണ്ട് ഗൂഗിൾ മാപ്പ് ഇട്ട് ഗൂഗിൾ വെച്ച് എന്തായാലും ഞങ്ങൾ കറക്റ്റ് വഴി കൊണ്ട് എത്തിച്ചേട്ടോ. പോകുന്ന വഴി ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. ഇന്നലെ ഞങ്ങൾ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞങ്ങൾ താമസിച്ച ഹോട്ടലിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഓരോ റൂമുകളും അവർ പേര് നൽകിയിരിക്കുന്നത് ഫേമസ് ആയിട്ടുള്ള ഓരോ ഓതേഴ്സിന്റെ നെയിമിലായിരുന്നു. അതും അവരുടെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് ആ ഓതേഴ്സിന്റെ നെയിം അവർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഹോട്ടലിന്റെ ചെറിയൊരു പോർഷനിൽ ഒരു ലൈബ്രറി സെറ്റ് ചെയ്തിട്ടുണ്ട്. ലൈബ്രറിയിലാണെങ്കിൽ വെറൈറ്റി ടൈപ്പ് ബുക്സ്, വെറൈറ്റി ലാംഗ്വേജിലുള്ള ബുക്സുകൾ, ഇതൊക്കെയാണ് അവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പറഞ്ഞു വരുന്നത് നമ്മളിവിടെ ആ കോട്ടയുടെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഇതതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു എന്താ പറയുക മാപ്പാണിത്. ഞങ്ങൾ വെറുതെ കുറേ നേരത്തൊക്കെ നോക്കി നിന്ന്, സംഭവമൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല, എന്നാലും എന്താണെന്നറിയണമല്ലോ, വെറുതെ നോക്കി നിന്ന് അങ്ങനെ ഞങ്ങൾ അതിനുള്ളിലോട്ട് കയറി. ഇതിനൊരു ഹിസ്റ്ററി ഉണ്ട് കേട്ടോ. അത് കറക്റ്റായിട്ടൊന്നും പറഞ്ഞിട്ട് എനിക്കറിയില്ല. എൻ്റെ ചെറിയ അറിവിലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. എല്ലാം ഒന്നും കറക്റ്റൊന്നും ആയിരിക്കില്ല, എന്നാലും നോക്കാം, ഞാൻ ട്രൈ ചെയ്യാം. ഇതിൻ്റെ ഹിസ്റ്ററി പറയാൻ വേണ്ടി. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ബോറടിച്ചാലോ, വെറുതെ ഇതിങ്ങനെ കാണിച്ചു തന്നിട്ട് കാര്യമില്ലല്ലോ. എന്തെങ്കിലും ഒരു ചെറിയ ഇൻഫർമേഷനെങ്കിലും പാസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഈ ഒരു വീഡിയോ ഇട്ടിട്ട് കാര്യമില്ലെന്ന് തോന്നി. അതിൻ്റെ പേരിൽ ഞങ്ങൾക്കറിയാവുന്ന ചെറിയൊരു ഇൻഫർമേഷൻ ഞങ്ങൾ പറഞ്ഞുതരാം ഈ ഒരു കസ്റ്ററിനെ പറ്റി. ഈ കസ്റ്ററിനോട് ചേർന്നതാ ഇതിനുള്ളിലായിട്ട് ഒരു മ്യൂസിയം ഉണ്ട്. പക്ഷെ അത് അവർ എന്തോ കാരണങ്ങളാൽ അത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പം നമുക്ക് കസ്റ്ററിൻ്റെ ഉള്ളിലോട്ട് കയറാം. ഇനി നമുക്ക് അതിനകത്ത് എന്തൊക്കെയാണെന്ന് കാണാം കേട്ടോ. ഈ കോട്ടയുടെ ഹിസ്റ്ററി പറയുന്നതിന് മുമ്പേ ഞാൻ വേറൊരു കാര്യം കൂടി പറയട്ടെ. യൂറോപ്യൻ നിർമ്മിതികളൊക്കെ നമ്മൾ എപ്പോഴും എടുത്തു പറയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അവരത് സൂക്ഷിക്കുന്ന രീതിയാണെങ്കിലും അവരുടെ ആ ഒരു പൈതൃകം അവർ കൊണ്ടുപോകുന്നതാണെങ്കിലും ശരിക്കും നമ്മൾ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിലൊന്നും നമ്മളൊരിക്കലും ഇതുപോലത്തെ സ്ഥലങ്ങളൊന്നും ഇത്രയും വൃത്തിയായിട്ട് സൂക്ഷിക്കില്ല. ഇവരതിനെ മ്യൂസിയം പോലെ അത് അത്രയും മനോഹരമായിട്ടാണ് അത് സൂക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ കല്ലിനും ഓരോ കഥ പറയാനുണ്ട്. ആ ഓരോ ആർക്കിടെക്ചർ രീതികളാണെങ്കിലും എല്ലാം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കുറച്ചധികം തന്നെ നടന്നു കാണാനും ഉണ്ടായിരുന്നു. പക്ഷേ ചൂടൊരു രക്ഷയില്ലായിരുന്നു കേട്ടോ. പോർച്ചുഗലിലെ ഏറ്റവും ചൂട് കൂടിയൊരു പ്രദേശം കൂടിയാണ് ബേജ. ഏകദേശം 40-44 ഡിഗ്രിയോളം ചൂടുണ്ടായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. നല്ല ചൂടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്രയധികം ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് നടക്കാനും വെയിലത്ത്. സത്യം പറയാലോ, ഒരാവേശത്തിന് പുറത്ത് പോയതാണെങ്കിലും ഉണ്ടല്ലോ, വെയിലടിച്ച് ഞങ്ങൾ കരിഞ്ഞു പോയി. ഇതുപോലെ കുറച്ച് പോർഷനുകളിൽ ഇങ്ങനെ എന്താ പറയുക കവേർഡായിട്ടുള്ള പ്ലേസ് ഉണ്ടായതിൻ്റെ പേരിൽ കുറച്ചൊക്കെ ഞങ്ങൾ വെയിലത്ത് നിന്ന് രക്ഷപ്പെട്ടുവെങ്കിലും ബാക്കി സ്ഥലത്തൊക്കെ നല്ല വെയിലായിരുന്നു. വെയിലുള്ള ഭാഗങ്ങളൊക്കെ ഞങ്ങൾ കുറേ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. കാരണം ഞങ്ങൾ അത്യാവശ്യം നന്നായി ടയേർഡായിട്ടുണ്ടായിരുന്നു. നല്ല വെയിലായിരുന്നു, നല്ല ചൂടായിരുന്നു. ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ശരിക്കും നല്ലൊരു ക്ലൈമറ്റ് ചേഞ്ച് തന്നെയായിരുന്നു. ഞങ്ങളുടെ സ്ഥലത്ത് ഇത്രയും ചൂട് ഞങ്ങൾക്കില്ല. ഇവിടെ വന്നപ്പം അത്യാവശ്യം നല്ല ചൂട്. അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ളൊരു ചേഞ്ച് ആയതിൻ്റെ പേരിൽ ഞങ്ങൾ അത്യാവശ്യം നന്നായി തന്നെ ടയേർഡായി. എങ്കിലും ഒന്നിൻ്റെ പേരിലും ഞങ്ങൾ തോറ്റ് പിന്മാറാൻ തയ്യാറായിരുന്നില്ല കേട്ടോ. എത്ര ചൂടുണ്ടായിരുന്നെങ്കിലും കുറേ ടൈം ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തു. കുറേ ഞങ്ങൾ വീഡിയോസ് എടുത്തു. കുറേ ഞങ്ങൾ നടന്ന് കണ്ടു. അത്യാവശ്യം നടന്ന് കാണാൻ മാത്രം ഉണ്ടായിരുന്നതാണ് അത്. ഞങ്ങൾ രണ്ടുപേരുള്ള യാത്ര എപ്പോഴും നല്ല ഫണ്ണായിരിക്കും. ഞങ്ങൾ എപ്പോഴും പറയും ഒരേ വൈബാണെന്ന്. അതിൻ്റെ ആയിരിക്കും. ഒരേ വൈബുള്ളവർ യാത്ര ചെയ്യുമ്പം അതൊരു പ്രത്യേക സുഖമാണല്ലോ. എവിടെയൊക്കെ വലിഞ്ഞു കയറാൻ പറ്റുമോ അവിടെയൊക്കെ ഞങ്ങൾ വലിഞ്ഞു കയറും. ഞാൻ എവിടെ വിളിച്ചാലും നോ പറയില്ല. അതുപോലെ തന്നെ അവൾ വിളിച്ചാൽ ഞാനും നോ പറയില്ല. ഞങ്ങൾ എവിടെ വേണമെങ്കിലും വലിഞ്ഞു കയറും. കുറേ പോർഷൻസൊക്കെ അവർ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും പറ്റുന്ന സ്ഥലങ്ങളൊക്കെ മാക്സിമം ഞങ്ങൾ വലിഞ്ഞു കയറിയിട്ടുണ്ട്.
സത്യം പറയാലോ, ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ കുറേ നേരം അലഞ്ഞു തിരിഞ്ഞ് നടന്നു. ഞങ്ങളിങ്ങനെ നടക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ കണ്ട വേറൊരു പ്രത്യേകതയാണ് കേട്ടോ. ഇതിൻ്റെ പല ഭാഗങ്ങളിലായി ഇതുപോലത്തെ ചെറിയ ചെറിയ റൂമുകളുണ്ട്. ഇതിൽ കൂടുതലും പഴയ കാലത്തെ ഭരണാധികാരികൾ ഉപയോഗിച്ചിരുന്ന അവരുടെ വസ്തുക്കളുടെയും പിന്നെ അവരുടെ കാലഘട്ടത്തിൻ്റെയും ഒക്കെ അവശിഷ്ടങ്ങളും മറ്റും കല്ലിലും ചുവരിലുമായിട്ടൊക്കെ കൊത്തിവെച്ചിരിക്കുന്നതാണ്. ഈ റൂമിലോട്ട് കയറാൻ ഞങ്ങൾക്ക് കുറച്ച് പേടി തോന്നി. ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ ആദ്യം തന്നെ കണ്ടത് കുന്തം പിടിച്ച് നിൽക്കുന്ന ഒരാളെ, പിന്നെ അയാളുടെ ശവക്കലറ പോലെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങി. സാധാരണ ഇതിലിവിടെ ടൂറിസ്റ്റുകളൊക്കെ വരുന്നതാണ്. സ്വദേശികളും വിദേശികളുമായ ഒരുപാട് ടൂറിസ്റ്റുകളുള്ളൊരു പ്ലേസാണ്. പക്ഷേ ഞങ്ങൾ ചെന്ന ദിവസം അത്യാവശ്യം നല്ല ചൂടുള്ളതിൻ്റെ പേരിലായിരിക്കാം അന്ന് തന്നെ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കസ്റ്റലിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ബേജയുടെ മെയിൻ സിറ്റി നമുക്ക് മുഴുവനായിട്ടും കാണാൻ സാധിക്കും. കൂടുതൽ പോർഷനും നമുക്ക് അഗ്രികൾച്ചർ ലാൻഡ്സ് ആണ് കാണുന്നത്. കാരണം ഇവിടെ അഗ്രികൾച്ചറിൻ്റെ ഹബ്ബ് എന്നാണ് ബേജ അറിയപ്പെടുന്നത്. ഇവിടുത്തെ പ്രധാന കൃഷി എന്ന് പറയുന്നതും ആൽമണ്ടും ഒലീവ്സും ഒക്കെയാണ്. മറ്റ് കൃഷികൾ അവർ ചെയ്യുന്നുണ്ടെങ്കിലും പ്രധാന കൃഷികൾ ഇവയാണ്. ഇപ്പം ഞങ്ങൾ പോകുന്നുണ്ടല്ലോ, ഇതാണ് ഈ കോട്ടയുടെ പ്രധാന ഭാഗം. നിങ്ങൾ നേരത്തെ കണ്ടതായിരിക്കും. ഞങ്ങളതിൻ്റെ വാതിൽക്കൽ വരെ പോയിട്ട് പേടിച്ച് ഞങ്ങൾ തിരിച്ചു പോയിരുന്നത്. പക്ഷേ ഞങ്ങൾ ഒന്നും കൂടെ ധൈര്യം സംഭരിച്ച് പോകാമെന്ന് വെച്ച് പോയി. അവിടെ ചെന്നപ്പോഴാണല്ലോ ഞങ്ങൾക്ക് ശരിക്കും കാര്യം മനസ്സിലായത്. ഞങ്ങൾ വിചാരിച്ച മാത്രം പേടിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, അതിനുള്ളിലൊരു ഗൈഡും ഉണ്ടായിരുന്നു. നമുക്ക് പിന്നെ ഗൈഡിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ നേരെ അങ്ങ് കയറി ചെന്നു. അങ്ങനെ കയറി ചെന്ന കൂട്ടത്തില്ല ദേ ഇരിക്കുന്ന ഇവിടെ ഒരു സ്ക്രീൻ. പിന്നെ ഒന്നും നോക്കിയില്ല, സ്ക്രീനിൽ തന്നെ കുത്തിത്തോണ്ടി അങ്ങ് നോക്കി. കുത്തിത്തോണ്ടി നോക്കിയപ്പോഴാണല്ലോ ഞങ്ങൾ കണ്ടത് പണ്ടത്തെ ഫോട്ടോസും ഇപ്പോഴത്തെ ഫോട്ടോസും അതിൻ്റെ സകല ഹിസ്റ്ററിയും ജോഗ്രഫിയും ബയോളജിയും എല്ലാം അതിനകത്തോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കരുതി അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, പിന്നെ ഗൈഡിൻ്റെ ആവശ്യമില്ലല്ലോ നമുക്ക്. അങ്ങനെ ഞങ്ങൾ അതിനകത്ത് തന്നെ നോക്കി മനസ്സിലാക്കി. നിങ്ങളിപ്പോൾ കരുതുന്നുണ്ടായിരിക്കും ഇതൊക്കെ കണ്ട് മനസ്സിലാക്കാൻ മാത്രമുള്ള ബുദ്ധിയൊക്കെ ഉണ്ടോ എന്ന്. അതുകൊണ്ടൊന്നും അല്ല കേട്ടോ. പണ്ടേ ഹിസ്റ്ററി ക്ലാസ്സിൽ നമുക്ക് ഉറങ്ങിയാണല്ലോ ശീലം. ഇനി അവിടെ പോയി ക്ലാസ് കേട്ട് ഉറങ്ങി വീണ് നമ്മുടെ വില നമ്മളായിട്ട് കളയണ്ടല്ലോ, അതുകൊണ്ട് മാത്രം കേൾക്കാൻ പോയില്ല, അത്രേ ഉള്ളൂ. 3-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും 4-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടി ഈ കോട്ടയുടെ ഭിത്തികളുടെ പണി പൂർത്തിയാക്കിയെങ്കിലും 1159 അൽഫോൺസോ ഹെൻറിക്കസിന്റെ സൈന്യം ഈ പ്രദേശം കീഴടക്കി. പിന്നീട് 4 മാസത്തിന് ശേഷം അദ്ദേഹത്തിന്റെ സൈന്യം ഇത് ഉപേക്ഷിച്ചു. 1253 അതായത് 94 വർഷങ്ങൾക്ക് ശേഷം അൽഫോൺസോ മൂന്നാമൻ കോട്ട പുനർനിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പിന്നീട് വന്ന ഭരണാധികാരികൾ ഇത് അറ്റകുറ്റപ്പണികൾ തീർക്കുകയും പുനർനിർമ്മിക്കുകയൊക്കെ ചെയ്തെങ്കിലും ഇവർ അവരുടെ വാണിജ്യ വ്യാപാര ആവശ്യങ്ങൾക്കായാണ് ഈ കോട്ട ഉപയോഗിച്ചു പോരുന്നത്. പിന്നീടുണ്ടായ ഭൂകമ്പത്തിൽ കോട്ടയുടെ ചില ഭാഗങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചുവെങ്കിലും സർക്കാർ അത് പുനർനിർമ്മിച്ച് സംരക്ഷിച്ചു കൊണ്ടുപോയിരുന്നു. ജൂൺ 16 പ്രസിദ്ധീകരിച്ച ഉത്തരവിലൂടെ കോട്ടയെ ദേശീയ സ്മാരകമായി പോർച്ചുഗീസ് സർക്കാർ തരംതിരിച്ചു. അപ്പം ഇതൊക്കെയാണ് ഈ കോട്ടയുടെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് കാണാനായി ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.